ഹേ ഗായ്സ്, അപ്പോൾ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം ഇന്നത്തെ നമ്മളെ പരിപാടി എന്താ വെച്ചാൽ നമ്മൾ തൃശ്ശൂരിലെ ഒരു 4 ഫുഡ് സ്പോട്ട് എക്സ്പീരിയൻസ് ചെയ്യാൻ പോവുകയാണ്. രാവിലെ തൊട്ട് ഇവിടെ തൃശ്ശൂർ ഭയങ്കര മഴയാണ്. എന്താവും നമ്മളുടെ അവസ്ഥ എന്നറിയില്ല. പക്ഷെ നമ്മൾ എന്തായാലും 4 ഫുഡ് സ്പോട്ട് കവർ ചെയ്യും എന്നുള്ള ലക്ഷ്യത്തോടെ നമ്മൾ ഇറങ്ങാൻ പോവുകയാണ് ഗൈസ്. അപ്പോൾ നമുക്ക് പോയാലോ? അങ്ങനെ നമ്മൾ ആദ്യത്തെ ഫുഡ് സ്പോട്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. നമ്മളൊരു 8 മണിയൊക്കെ ആകുമ്പോഴാണ് ഇറങ്ങിയത്. അതുകൊണ്ട് തന്നെ ബ്രേക്ക്ഫാസ്റ്റ് നിന്ന് സ്റ്റാർട്ട് ചെയ്യാന്ന് വിചാരിച്ചു. നമ്മൾ പോയത് ഹോട്ടൽ ഭാരത് റെസ്റ്റോറൻറ്റിലോട്ടായിരുന്നു കേട്ടോ. എന്നത്തെയും പോലെ പാർക്കിങ്ങിനടക്കം ഒത്തിരി നേരം നിന്നിട്ടാണ് കാറ് പാർക്ക് ചെയ്യാൻ പറ്റിയത്. അത് കഴിഞ്ഞിട്ട് ഉള്ളിലും കുറേ നേരം നിൽക്കേണ്ടി വന്നു നമുക്ക് സീറ്റ് കിട്ടാൻ വേണ്ടിയിട്ട്. ഞങ്ങൾ മസാല ദോശയും ഉഴുന്നുവടയും ഫിൽറ്റർ കോഫിയും ഒരു ചായയാണ് പറഞ്ഞത്. എന്നത്തെയും പോലെ തന്നെ നല്ല ക്രിസ്പി ആയിട്ടുള്ള മസാല ദോശയാണ് കിട്ടിയത്. നല്ല ഉഴുന്നുവടയായിരുന്നു കേട്ടോ. എപ്പോൾ വന്നാലും ഒരേ ക്വാളിറ്റിയിൽ ഫുഡ് കിട്ടുന്ന കാര്യത്തിൽ ഏറെ മുമ്പിലാണ് ഭാരത് തൃശ്ശൂർ. ചായയും ഫിൽറ്റർ കോഫിയും നന്നായിരുന്നു. മസാല ദോശയ്ക്ക് 90 രൂപ, വടയ്ക്ക് 24 രൂപ, ചായക്ക് 20 രൂപ, കോഫിക്ക് 24 രൂപ. അടുത്തതായിട്ട് പോയത് മസാല ദോശയുടെ കാര്യത്തിൽ കുറച്ച് നൊസ്റ്റാളജിക് ആയിട്ടുള്ള ഒരു പ്ലേസിലോട്ടാണ്. തൃശ്ശൂർ മുനിസിപ്പൽ സ്റ്റാൻഡിലെ രാധാകൃഷ്ണ കോഫി ക്ലബ്ബ്. ആദ്യമേ ടോക്കൺ എടുത്തിട്ട് വേണം ഇവിടെ ഫുഡ് ഓർഡർ ചെയ്യാൻ. മസാല ദോശ, ഉഴുന്നുവട, ചായ, കോഫി ഈ ഐറ്റംസ് തന്നെയാണ് ഇവിടെ ഓർഡർ ചെയ്തത്. കുറച്ചുകൂടി സാധാരണക്കാർ വരുന്ന ഒരു റെസ്റ്റോറന്റ് ആണ് കേട്ടോ രാധാകൃഷ്ണ. ആ പ്രൈസ് ഡിഫറൻസ് റേറ്റിലും കാണാൻ പറ്റും. സൈസ് വെച്ച് നോക്കുകയാണെങ്കിൽ ഭാരതിനേക്കാളും കുറച്ചും കൂടി വലിപ്പം ഇവിടെ ഉണ്ടായിരുന്നെങ്കിലും എനിക്ക് ആ പഴയ നൊസ്റ്റാളജിക് ടേസ്റ്റ് ഫീൽ ചെയ്തില്ല കേട്ടോ. മോശം പറയാത്ത ഫുഡായിട്ട് മാത്രമേ എനിക്ക് തോന്നിയിട്ടുള്ളൂ. കോഫിയും ചായയും വെച്ച് നോക്കുമ്പോൾ എനിക്ക് കോഫിയാണ് കൂടുതൽ ഇഷ്ടപ്പെട്ടത്. പിന്നെ എനിക്ക് മസാലയും കൂടുതൽ ഭാരതിലാട്ടോ ഇഷ്ടപ്പെട്ടത്. പിന്നെ ഇവിടുത്തെ വില വന്നിട്ട് മസാല ദോശയ്ക്ക് 80 രൂപ, ചായക്ക് 15 രൂപ, കോഫിക്ക് 20 രൂപ, വടയ്ക്ക് 18 രൂപ. ഇങ്ങനെയാണ് കേട്ടോ റേറ്റ് വരുന്നത്. അങ്ങനെ മഴ അധികം ഉണ്ടായില്ലല്ലോ എന്ന് ആലോചിച്ചിരുന്ന ഞങ്ങളുടെ മുന്നിലേക്ക് അവൻ തകൃതിയായി പെയ്തു തുടങ്ങി. കഷ്ടകാലത്തിന് ഞങ്ങൾ കാറിൽ നിന്ന് കുടയെടുക്കാനും മറന്നുപോയി. അങ്ങനെ പിന്നെ വേറെ നിവർത്തിയില്ലല്ലോ, കുറച്ചധികം നേരം ആ മഴ കണ്ടു നിന്നു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ പയ്യെ നടന്ന് കാറിന്റെ അടുത്തോട്ട് പോയിട്ടോ. അങ്ങനെ കറക്റ്റ് 12 മണി ആയപ്പോൾ എനിക്ക് വിശപ്പിന്റെ വിളി വന്നു ഗൈസ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാണ്, ബിരിയാണി കഴിക്കാൻ പോകുക. തൃശ്ശൂരിലെ ടോപ്പ് 5 ബിരിയാണി സ്പോട്ട് നോക്കുമ്പോൾ ആ ലിസ്റ്റിൽ എപ്പോഴും ഉൾപ്പെടാറുള്ള ഒരു പ്ലേസ് ആണ് കൈസ്. അങ്ങോട്ടേക്കാണ് നമ്മൾ ആദ്യം ബിരിയാണി കഴിക്കാൻ പോയത് കേട്ടോ. തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷന്റെ ബാക്കിലായിട്ടാണ് കൈസിന്റെ ലൊക്കേഷൻ വരുന്നത്. 2 പീസ് ചിക്കൻ ഉള്ള ബിരിയാണിയാണ് ഇവിടുത്തേത്. റൈസ് അൺലിമിറ്റഡ് ആയിട്ട് നമുക്ക് കിട്ടും ചെയ്യും കേട്ടോ. എനിക്ക് കഴിക്കാൻ വളരെ ഇഷ്ടമുള്ള ഒരു ടൈപ്പ് ബിരിയാണി ആട്ടോ എനിക്ക് ഇവിടെ നിന്ന് കിട്ടിയത്. അതായത് കുറച്ച് മസാലയായിട്ട് ആ മസാലയും ചിക്കനും എല്ലാം കൂടി ഒന്നിച്ച് ദം ചെയ്ത് കിട്ടുന്ന ഒരു ടൈപ്പ് ബിരിയാണി. നോർമലി പല സ്ഥലങ്ങളിലും പോയിട്ടുണ്ടെങ്കിൽ മസാല വേറെ ആയിരിക്കും, ചോറ് വേറെ ആയിരിക്കും, എന്നിട്ട് നമുക്കത് ഒന്നിച്ചാക്കിയിട്ട് തരും. അല്ലെങ്കിൽ ചിക്കൻ പൊരിച്ച ടൈപ്പ് ഉള്ളതായിരിക്കും. ഇങ്ങനെയൊന്നും അല്ലാത്ത ഒന്നിച്ച് ദം ചെയ്തിട്ടുള്ള ഒരു ടൈപ്പ് ബിരിയാണി ഉണ്ടല്ലോ, അതാണ് എൻ്റെ ഫേവറേറ്റ്. അപ്പൊ അങ്ങനത്തെ ഒരു ബിരിയാണി ആട്ടോ ഇവിടുത്തെ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. 2 വലിയ പീസ് ഉണ്ടായിരുന്നു. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ചിക്കൻ കാലും എനിക്ക് അവർ തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ബിരിയാണി എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഇവിടുത്തെ ചിക്കൻ ബിരിയാണിക്ക് 160 രൂപയാണ് കേട്ടോ വില വരുന്നത്. അപ്പോൾ നമ്മൾ കാഴ്ചയിലെ ബിരിയാണി ഒക്കെ കഴിച്ച് ഒരു 2-3 അവർ റെസ്റ്റ് എടുത്തു കേട്ടോ. കാരണം എനിക്ക് വയ്യാണ്ടായി. ഇനി നമുക്ക് പെൻഡിങ്ങിലുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു സ്പോട്ടും കൂടിയാണ്. അപ്പൊ നമ്മൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ ലാസ്റ്റ് സ്പോട്ട് ഒല്ലൂര് KSEBക്ക് ഓപ്പോസിറ്റ് പുതുതായി വന്നിട്ടുള്ള ദർബാർ ഫുഡ് കോർട്ടിലെ മാപ്പിൾ ബിരിയാണി ഹൗസ് ആണ് കേട്ടോ. കുറുക്കഞ്ചേരിയുള്ള മാപ്പിൾസിന്റെ ഔട്ട്ലെറ്റ് തന്നെയാണ് ഇത്. ഒരു ചിക്കൻ ബിരിയാണിക്ക് 170 രൂപയാട്ടോ ഇവിടെ. 4 ചിക്കൻ പീസ് ഉള്ള ഒരു ബിരിയാണിയാണ് കേട്ടോ കിട്ടിയത്. മറ്റ് ബിരിയാണികളെ അപേക്ഷിച്ച് മസാല കൂടിയ ടൈപ്പ് ബിരിയാണിയാണ് കേട്ടോ ഇത്. ഞാൻ ഇതിന്റെ ഒരു ഫാൻ അല്ലാത്തത് കൊണ്ട് തന്നെ എനിക്ക് അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല കേട്ടോ. ഒരു ഓക്കെ ഫീൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. കുറച്ച് എരിവും കൂടുതലാണോ എന്നും തോന്നി കേട്ടോ. ചിലപ്പോൾ ഇന്ന് എന്തെങ്കിലും പറ്റിയതാവും, അല്ലെങ്കിൽ എന്നും ഇങ്ങനെ തന്നെയാണോ എന്നും അറിയില്ല. വില നേരത്തെ മെൻഷൻ ചെയ്തതുപോലെ 170 രൂപയാണ് കേട്ടോ. അപ്പൊ ഇന്നത്തെ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ ഇതുപോലത്തെ വീഡിയോസ് ആയിട്ട് ഇനിയും കാണുന്നത് വരേക്കും ബൈ.